മാഷാ അല്ലാഹ്. സലാലയിൽ നിന്ന് ജബൽ അയ്യൂബിലേക്ക് പോകുന്ന വഴി ഇത്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു കുന്നിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി റളിയല്ലാഹുവിൻ്റെ മഖ്ബറയാണിത്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപല്ല് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ, വാർത്ത വിശ്രുതമായപ്പോൾ, ബഹുമാനപ്പെട്ടവർ ഏത് പല്ലാണ് പൊട്ടിയതെന്ന് അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടങ്ങാത്ത ഇഷ്കിൻ്റെ അഭിനിവേശത്തിൽ കല്ലെടുത്ത് ബാക്കിയുള്ള മുൻപല്ലുകളൊക്കെ കുത്തിപ്പൊട്ടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്കിൻ്റെ അഭിനിവേശം പ്രകടിപ്പിച്ച മഹാനാണ് ഉവൈസുൽ ഖർണി റളിയല്ലാഹു. സ്വന്തം ഉമ്മയെ പരിപാലിക്കുന്നതിൻ്റെ പേരിലും ശുശ്രൂഷിക്കുന്നതിൻ്റെ പേരിലും രോഗാതുരയായ ആ ഉമ്മയ്ക്ക് വേണ്ടി ഖിദ്മത്തിലായി കഴിഞ്ഞതിൻ്റെ പേരിൽ അങ്ങകല മദീനായിൽ ചെന്ന് ഹബീബിനെ കാണാൻ കൊതി പൂണ്ട് അവസാനം പറ്റാതെ പോയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് വളരെയധികം പ്രാധാന്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വഹയ്യ് മുഖാന്തരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞതായി ചരിത്രങ്ങളിലും കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി റളിയല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ, ഉമറെ നീ ദുആ ചെയ്യാൻ വേണ്ടി പറയണം, അത്രയും ദുആക്ക് ഇജാബത്തും പവറുള്ള ആളാണ്, ഉമ്മയെ പരിപാലിച്ച് ഈ ലോകത്ത് നിന്ന് വിജയിച്ചു പോയൊരു മഹാനാണ് എന്ന നിലക്കാണ് ആ ഒരു ആഹ്വാനം. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കത്ത് ഒരു ദിവസം പോയപ്പോൾ അവിടെ യമനിലെ ഒരുപാട് ആളുകളുണ്ട്. മഹാനവറുകളുടെ അവരുടെ ഭാഗത്തേക്ക് പോയി അവരോട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ യമനിലെ കർണ് ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കർണ് ഗോത്രത്തിൻ്റെ ആ ഒരു ടീം, ഒരു ഫരീഖ് ആ ഭാഗത്തുണ്ട്. അവിടത്തേക്ക് പോയിട്ട് അവരോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ഉവൈസിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു കൂടുതൽ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെ അവർ പറഞ്ഞു. കുറേ ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, ഉവൈസ് എന്ന് പറയുന്ന ഒരാൾ യമനിലുണ്ട്, കർണ് ഗോത്രത്തിലുണ്ട്, എന്നാൽ അദ്ദേഹത്തോട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൻ്റെ 2ാം ഖലീഫ, ആ മഹാനവറുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ഹക്കുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്തിൻ്റെ ഇഷ്കിൻ്റെ കാഠിന്യം നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു കൂട്ടിത്തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മയോടുള്ള പരിലാളനയും പരിപാലനവും കാരണം വലിയ ദറജ കിട്ടിയ മഹാനാണ്. ഉമ്മയെ പരിപാലിച്ചു എന്നതിൻ്റെ പേരിൽ അള്ളാഹു നമുക്കും ഉമ്മമാരോട് അതുപോലെ തന്നെ ബാപ്പമാരോട് കൃത്യമായ ഖിദ്മത്ത് നിർവഹിക്കാനും അതുപോലെ അവരോട് യോജിക്കുന്ന വിധത്തിലുള്ള എല്ലാ അനുസരണയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുക.